ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നത്. അതിൻ്റെ കൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നി കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ എള്ളാണ് എടുത്തത്. വെളുത്ത എള്ള് ഒരു 1/4 കപ്പിലും കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ എള്ളിൽ നല്ല ഒരുപാട് ഗുണങ്ങളുണ്ടാകുന്നു. വിറ്റാമിൻ ബി ഉണ്ട്. പിന്നെ നമ്മൾ എല്ലിന് ബലപ്പെടുത്താൻ ഇത് നല്ലതാണ്. പിന്നെ ബ്ലഡിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നി തന്നെയാണ്. എള്ളിൻ്റെ കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കടലയാണ്. 2 ടേബിൾ സ്പൂൺ വറുത്ത കടലയാണ് ചേർത്തത്. പിന്നെ നമ്മൾ ഇതിലേക്ക് തേങ്ങയാണ് ഇടുന്നത്. ഇത് അരക്കപ്പോളം ഉണ്ട്, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് മുളകാണ് ഇടുന്നത്. ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ചേർക്കുന്നത്. മല്ലിയില ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അതില്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്കിതിലേക്ക് കുറച്ച് കടുകെല്ലാം പൊട്ടിച്ചിടാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അതിലേക്ക് കടുകിട്ട് വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 1 കപ്പോളം ഉണ്ട്. അതൊരു 2 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്കും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 കപ്പോളം ഉണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ച് ഒന്നും കൂടെ മിക്സാക്കി എടുക്കുക. ഇപ്പോൾ കുറച്ചും കൂടി ലൂസായിട്ടുണ്ട്. നല്ല ലൂസിലാണ് നമ്മൾക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സാക്കിയ ശേഷം നമുക്കിത് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കായി കുറച്ച് വെജിറ്റബിൾസാണ് വേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല ചെറുതാക്കി കട്ട് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില, ഇനി കുറച്ച് മല്ലിയിലയും കൂടി ആവശ്യമുണ്ട്. അതും കൂടി എടുക്കാം. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണോളം സവാള എടുത്തിട്ടുണ്ടാകും. പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ നല്ല ചെറുതാക്കി കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. കുറച്ച് റവയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ റവയൊക്കെ ചേർത്തിട്ടാകുമ്പോൾ ഒന്നും കൂടെ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഒരു അരക്കപ്പോളം വെള്ളം വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി നമ്മളിത് ചുട്ടെടുക്കുന്ന നല്ല ചൂടായ ഒരു പാനിലിട്ടാണ്. നല്ല ചൂടായ സമയത്ത് ഇതിലേക്ക് നമ്മൾ 2 കയ്യിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല തിന്നാക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടും ചൂടാൻ പറ്റും, നല്ല ക്രിസ്പി ആയിട്ടും ചൂടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു ചെയ്യാം. പിന്നെ നമുക്കിത് ബ്രഷ് എടുത്തിട്ട് ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2 രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നെ എൻ്റെ മക്കൾക്ക് തന്നെ 2 രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. ഒരാൾക്ക് ക്രിസ്പി വേണം, ഒരാൾക്ക് നോർമൽ ദോശയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് 2 സൈഡും മടക്കിയെടുത്തതിന് ശേഷം സൈഡിലേയും കൂടി ഒന്ന് മടക്കിയെടുത്തതാണ്. അപ്പോൾ ഈ ഒരു ദോശ ഒരുപാട് ക്രിസ്പി ഉണ്ടായില്ല, പക്ഷെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഈ ഒരു ദോശ. അപ്പോൾ ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം 2 സൈഡും ഒന്നും കൂടെ ചൂടാക്കിയെടുത്തു. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ എങ്ങനെ ചുടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ചൂടായ സമയത്താണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല ചൂടായ സമയത്ത് നമ്മൾ ഇതിലേക്ക് 2 കയ്യിൽ ഒഴിച്ചിട്ട് നല്ല തിളുപ്പായിട്ട് നല്ല തിന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇതിങ്ങനെ ചുട്ട സമയത്ത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കെടുക്കാം കേട്ടോ. അടച്ചു വെച്ചാൽ നമുക്കിതിൽ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാകും, പക്ഷേ നല്ല സോഫ്റ്റ് ആയിരിക്കും അങ്ങനത്തെ ദോശ. അപ്പോൾ നല്ല ക്രിസ്പി ആവണമെങ്കിൽ ഒന്നും കൂടെ നല്ല തുറന്ന് വെച്ചിട്ട് ഇതുപോലെ നല്ല ക്രിസ്പി ആയ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ രണ്ട് സൈഡും നല്ല ക്രിസ്പി ആയ സമയത്ത് നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഓയിൽ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മറ്റേതാണെങ്കിൽ ഓയിലില്ലാതെ അടച്ചു വെച്ചാൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാനും പറ്റും. അപ്പം ഈസിയാണ്. ഇതിലേക്ക് വേറെ കറിയൊന്നും വേണ്ട, നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഇട്ടത് കൊണ്ട് തന്നെ ഒരുപാട് കറിയൊന്നും വേണ്ട, നമുക്കിതൊരു ചട്നി ഉണ്ടെങ്കിൽ തന്നെ കഴിക്കാനും പറ്റും. അപ്പോൾ ഇതൊരു ക്രിസ്പിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ക്രിസ്പിനെസ് അല്ല മറ്റേ ദോശയാണ് പേഴ്സണലി എനിക്കിഷ്ടമായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. ഇനി അടുത്ത നല്ല വീഡിയോവുമായി വീണ്ടും വരാം. ബായ്.